മഴക്കാലപൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായി ആ മേഖലയിൽ ഓടകളും തോടുകളും ഒക്കെ വൃത്തിയാക്കിയിട്ടുണ്ടോ? ചവറുകളൊക്കെ നീക്കം ചെയ്തിട്ടുണ്ടോ? അല്ലെങ്കിൽ ഈ ശക്തമായ മഴയിൽ കുത്തിയൊലിച്ച് വെള്ളം വരുമ്പോൾ പല സ്ഥലങ്ങളിലും തടസ്സം രൂപപ്പെട്ട് മറ്റ് ജനവാസ മേഖലയിലൊക്കെ വെള്ളക്കെട്ടിന് സാധ്യതയുണ്ടല്ലോ. അത് തന്നെയാണ് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തത്. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ പ്രദേശം കോഴിക്കോട് സെൻട്രൽ മാർക്കറ്റുമായി ബന്ധപ്പെട്ട സ്ഥലമാണ്, അതിൻ്റെ പരിസര പ്രദേശമാണ്. ഇവിടെ വലിയൊരു ഡ്രൈനേജ് റോഡിനടിയിലൂടെ പോകുന്നുണ്ട്. പക്ഷേ ഈ പ്രദേശങ്ങളിലൊന്നും ഇതുവരെ അത്തരം മഴക്കാലപൂർവ്വ ശുചീകരണം, അതിനുള്ള ഒരുക്കത്തിൻ്റെ ഭാഗമായുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചേട്ടൻ ഇവിടെയുള്ള ആളാണല്ലോ, ഇവിടെ ക്ലീനിങ് ഒക്കെ നടത്തിയിട്ടുണ്ട്? ഇവിടെ ക്ലീനിങ് ഇപ്രാവശ്യം നടത്തിയിട്ടില്ല. എല്ലാ പ്രാവശ്യം നടത്തലുണ്ട്, പക്ഷേ ഒരു വന്നങ്ങാട്ട് അവിടെയുള്ള സ്ലാബ് വന്നിച്ചങ്ങാട്ട് വൃത്തിയാക്കി പോകും, അല്ലാതെ കാരണം ചെയ്യില്ല. ഇവിടെ വെള്ളം നിൽക്കാൻ തുടങ്ങിയിട്ട് തന്നെ വർഷങ്ങളോളം. ഈ ചെറുട്ടോട് കോടതിയുടെ ജംഗ്ഷനിൽ വെള്ളം നിൽക്കാൻ തുടങ്ങിയിട്ട് 60 കൊല്ലം കൂടിയായി. ഇത്തവണ തീരെ ഒരു ക്ലീനിങ് ഒന്നും നടത്തിയിട്ടില്ല. അത് മഴ പെട്ടെന്ന് വന്നതായിരിക്കും. മഴ പെട്ടെന്ന് വന്നതിനെ കൊണ്ട് ഒന്നും നടത്തിയിട്ടില്ല, പക്ഷേ ഒരുക്കും നടത്താറില്ല. എല്ലാ കൊല്ലവും മഴ പെയ്തിട്ട് 2 മാസം കഴിഞ്ഞിട്ടാണ് ഒരു റോഡ് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട്. ഇത്തവണ പതിവ് പോലെ വെള്ളം കയറുന്ന സാഹചര്യം എന്ന് പറഞ്ഞാൽ 10-60 കൊല്ലമായി ഇവിടെ വെള്ളം കയറും. ഇതിന് യാതൊരു പരിഹാരം ഇവിടെ കാണില്ല. മോത്തി കാലങ്ങളായുള്ള പരാതികളാണ്. പക്ഷേ ഇത്തവണ എടുത്തു പറയേണ്ടത്, ഈ മഴ പെട്ടെന്ന് പ്രീ മൺസൂണും ഒക്കെ പെട്ടെന്ന് വന്നതോടുകൂടി, വേനൽ മഴയൊക്കെ ശക്തമായതോടുകൂടി അതിനുള്ള ഒരുക്കങ്ങൾ പോലും നടത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് നാട്ടുകാർ തന്നെ ഈ പറയുന്നത്. ഇതുപോലെ സമാനമായ രീതിയിൽ സെൻട്രൽ മാർക്കറ്റിൻ്റെ പരിസരത്ത് ഇതിവിടെ ക്ലീനിങ് നടത്താൻ കഴിഞ്ഞിട്ടില്ല. സമാനമായ രീതിയിൽ തന്നെ നഗരത്തിൽ പലയിടങ്ങളിലും ഓടകളിലെ ഈ ക്ലീനിങ്, മഴക്കാലപൂർവ്വ ശുചീകരണം നടത്താൻ സാധിച്ചിട്ടില്ല എന്നത് ഒരു വെല്ലുവിളി തന്നെയാണ്. അത് ഇത്തവണ മഴയിൽ എങ്ങനെയാണ് അത് ജനങ്ങളെ, പൊതുജീവിതത്തെ ബാധിക്കുക എന്നുള്ളത് നമുക്ക് നോക്കി അറിയേണ്ട കാര്യം കൂടി തന്നെയാണ്. തീർച്ചയായിട്ടും ആ ഭാഗങ്ങളിൽ നിന്ന് മാത്രമല്ല, പല സ്ഥലങ്ങളിലും മഴക്കാലപൂർവ്വ ശുചീകരണം കാര്യക്ഷമമായി നടത്തിയിട്ടില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. മുഹമ്മദ് ഷഹീദാണ് മുക്കത്ത് നിന്നും വിശദാംശങ്ങൾ നൽകിയത്. ഒരു തദ്ദേശവാസി കൂടി പ്രതികരിക്കുകയും ഉണ്ടായി.